ഹായ് ഡിയർ ഫ്രണ്ട്സ്, സെയ് ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് കൊണ്ടൊരു സ്നാക്കാണ്. നമ്മളെല്ലാവരും നോമ്പിന് അധികം ഉണ്ടാക്കലുണ്ട്. ഇതറിയാത്തൊരു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും ഗോതമ്പും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. ആട്ടപ്പൊടിയിൽ രണ്ടും കൂടി ഹാഫ് എടുത്തിട്ട് വേണമെങ്കിൽ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ലേ, അതേപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കുഴച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു അല്പം എണ്ണ തടവിയിട്ട് നമുക്കതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അധികം നേരം റെസ്റ്റ് ചെയ്തിട്ട് പൊന്തണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതവിടെ മാറ്റി വെക്കാം. അത് നമുക്കിതിനെ പറ്റി ഫില്ലിങ്ങിനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു 4 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തും അതിലേക്കൊരു 2 പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി ഉള്ളിലേക്ക് നല്ല സോഫ്റ്റ് ആവണം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹാഫ് ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ പച്ചമുളക് ഒന്നും കൂടി ഇടാം, പക്ഷെ അതത്ര തന്നെ മതിയാവും. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനതിന് അധികം എരിവ് അങ്ങനെ ഇടാറില്ല. എന്നാൽ ഇത് പക്ഷേ ഈ ഒരു എരിവ് വെച്ച് കഴിഞ്ഞാൽ പാകത്തിനുള്ള എരിവായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതലിടാം. അപ്പോൾ എന്നിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ട് നമുക്കിതൊന്ന് ഇതിനകത്തൊക്കെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഇട്ടാണ് മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾ മല്ലിപ്പൊടി ഇടാനും മറക്കരുത്. ഞാൻ എല്ലാം വഴറ്റി വന്നിട്ടാണ് ഓർമ്മ വന്നത് മല്ലി ഇട്ടിട്ടില്ലാന്ന്. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ മസാലയൊക്കെ റെഡിയായി വരുന്നുണ്ട്. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ മാവൊന്ന് കുഴച്ചെടുക്കാം. കൗണ്ടർ ടോപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിൽ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ എവിടെയാണോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് അവിടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. നന്നായിട്ട് കുഴച്ചൊന്ന് മാവ് നല്ല സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ചെറിയ ബോൾസാക്കി എടുക്കാം. നമുക്ക് ഇത് 2 രീതിയിൽ ഉണ്ടാക്കാം. അതായത് ചെറിയ പൂരീനെ വലുപ്പത്തിൽ വേണമെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ വലുതായിട്ട് വേണമെങ്കിൽ പരത്തിയിട്ട് നമുക്കിത് കട്ടെടുക്കാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഷേപ്പ് റൗണ്ടിലാക്കാം, അല്ലെങ്കിൽ മടക്കി വെച്ച് കട്ട് ചെയ്തെടുക്കാം. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചെറിയ ബോളാക്കിയിട്ട് ഇട്ടിട്ട് വരാം. ഈ ഒരു വലിപ്പം മതിയാകും. അതെല്ലാം ഞാൻ ബോളാക്കി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് പരത്തിയെടുത്ത് വരാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനത് ഇങ്ങനെ ഓരോന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതെ നിങ്ങൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് കൂടുതലായിട്ട് പൊടി ഇടുന്നുണ്ട്, എന്നാലിട്ട് പൊടി കുറഞ്ഞും പോകാത്ത രീതിയിൽ എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പം ഞാനത് ഇതെല്ലാം ഒന്ന് റൗണ്ടാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. എനിക്ക് പൊതുവേ ഷേപ്പൊന്നും വരാറില്ല, എന്നാലും ഇപ്പോൾ ഇതെല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ ബാക്കിയെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിന് പറ്റി ഫില്ലിങ്ങിന് നേരത്തെ വെച്ചില്ലേ, അതുപോലെ തന്നെ ഞാനൊരു 5 മുട്ട പുഴുങ്ങിയെടുത്ത് വെള്ളത്തിലിട്ട് തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് നടുക്ക് കൂടി 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് വേണമെങ്കിൽ തിരിച്ചും കുറുക്കയും കട്ട് ചെയ്ത് കേട്ടോ. ഞാൻ നീളത്തിന് കട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പരത്തി വെച്ച മാവിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് ഫുള്ളായിട്ട് അങ്ങ് നിരത്തി കൊടുക്കണം. നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു മുട്ടേൻ്റെ പകുതി വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇത്രയും പകുതി തന്നെ വേണ്ട, അതിനെ കൂടി ഒന്നും കൂടി പകുതിയാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ പിന്നെ ഈ പകുതി തന്നെ വെക്കാറുള്ളത്, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്നിട്ട് നമുക്ക് പിന്നെ രണ്ടാമത് പരത്തിയ ചപ്പാത്തി എടുത്തിട്ട്
അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് അരിയെല്ലാം കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വല്ല നമ്മൾ പടക്ക ചോറ്റ് പാത്രമോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം. കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടി. എൻ്റെ അടുത്തുള്ളത് വലിയ പാത്രം, അപ്പോൾ ഇതാണ് കുറച്ച് കറക്റ്റായിട്ടുള്ള പാത്രം. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത ഭാഗമെല്ലാം ഒന്ന് നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ തന്നെ കറക്റ്റാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കറക്റ്റ് ഷേപ്പ് തന്നെ വരികയും ചെയ്യും. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് റെഡിയാകും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നിങ്ങൾ ഓയിലോ വെളിച്ചെണ്ണയോ തവിടെണ്ണയോ എന്താ ചെയ്ത് ഇപ്പോൾ തവിടെണ്ണയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ചൂടായത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ടങ്ങോട്ട് കരിഞ്ഞു പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ എണ്ണ ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തുകൊണ്ട് വരിക. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഇതങ്ങോട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ കളറൊക്കെ നന്നായിട്ട് മാറി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കെല്ലാം ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നോമ്പല്ലാത്തവർ ഈവനിങ് ഒരു സ്നാക്കായിട്ടും നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് വരാം. ഞാൻ ഇതിൻ്റെ ഫില്ലിംഗ് എല്ലാം ഒന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടിരിക്കും. നല്ല ക്രിസ്പിയാണ് മുകൾ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.